നമ്മളിപ്പോൾ നിൽക്കുന്നത് മാനസികാപ്പൻ സാറിൻ്റെ ഒപ്പമാണ്. സാറേ നമസ്കാരം. നമസ്കാരം സാറേ, ഞങ്ങൾ പാലക്കാരോട് സാറ് ജയിച്ചു വന്നു കഴിയുമ്പോൾ ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളെ പറ്റി പ്രത്യേകിച്ച് ഞങ്ങൾ യുവജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങളൊന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം. പാലായെ സംബന്ധിച്ചിടത്തോളം പാലയുടെ ഭാവി ടൂറിസത്തിലും അതുപോലെ തന്നെ കൃഷിയിലുമാണ്. ടൂറിസം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി മീനച്ചിലാറിലെ ഒരു റെഗുലേറ്റർ കം ബ്രിഡ്ജ് വരണം, തണ്ണീർമുക്കം ബണ്ട് വരെ. ആ റെഗുലേറ്റർ കം ബ്രിഡ്ജ് മുത്തോലി ഭാഗത്ത് സെൻറ് തോമസ് കോളേജിൻ്റെ സൈഡിലായിട്ട് വരും. അത് വന്നാൽ പനക്കപ്പാലം വരെ അവിടെ വെള്ളം നിൽക്കും. അതിനുവേണ്ടി ആദ്യം തന്നെ 6 ക്ലീൻ ചെയ്യണം. 2 സൈഡിലുള്ള മരങ്ങളൊക്കെ വെട്ടിയിറക്കി നല്ല ടിപ്പ് ടോപ്പാക്കി 2 സൈഡും തിട്ട കെട്ടി കയറണം. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു വാക്ക് വേ കൊടുക്കണം, ലൈറ്റ് കൊടുക്കണം. അങ്ങനെ വെള്ളം കൂടെ വന്ന് നിറഞ്ഞു കഴിയുമ്പോൾ അതിലൂടെ ബോട്ടിംഗ് ആകാം. വൈകുന്നേരങ്ങളിൽ ആളുകൾക്ക് അതിനകത്ത് ഭക്ഷണവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സംവിധാനം ഉണ്ടാകും. ടൂറിസം മേഖല ഒരു വികസനമാകും. 2 രാമപുരവും ഭരണിങ്ങാണ്. നാലമ്പലം കൊണ്ടും കുഞ്ഞച്ചൻ്റെ കബറിടം കൊണ്ടും രാമപുരം ഫേമസാണ്. ഭരണിങ്ങാണ് സെയിൻറ്റ് അൽഫോൻസ് അമ്മയുടെ കബറിടം. ഇടപ്പാടി അമ്പലം ശ്രീനാരായണ ഗുരു നേരിട്ട് വന്ന് സ്ഥാപിച്ചത്. ഇത് രണ്ടും കൂടെ കോർത്തിണക്കി 2 പിൽഗ്രിം ടൂറിസ്റ്റ് സ്റ്റേഷനാക്കി പാലായ ടൂറിസം ഹബ്ബാക്കി തീരുമാനിക്കുകയും അത് സ്റ്റേറ്റ് ഗവൺമെൻറ് ചെയ്യാം. ഇല്ലീഗൽ ഇരുപുരപ്പൂഞ്ചിറ ഒന്നാന്തരം ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസായി കഴിഞ്ഞ എൻ്റെ ഈ 6.5 കൊല്ലത്തെ സമയത്ത് ഡെവലപ്പ് ചെയ്ത നല്ല BMBC റോഡ്. അപ്പോൾ അതിനെ വാഗമണ്ണുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു റോഡ്, നല്ലൊരു റോഡ്. പിന്നെ പാലായും എറണാകുളത്തെയും ഇപ്പം 78 കിലോമീറ്ററോളം ട്രാവൽ ചെയ്ത ആളുകളിൽ നിന്ന് ഒരു 60 കിലോമീറ്റർ ആക്കി സ്ട്രെയിറ്റ് പോകാവുന്ന ഒരു നല്ലൊരു വഴി. അത് വരുന്നതോടുകൂടി എറണാകുളവും പാലായും തമ്മിലൊരു ലിങ്കാകും. അപ്പോൾ ടൂറിസം മേഖലയിൽ ഒരു വൻ കുതിച്ചായിട്ട് അതുകൊണ്ട് ഒരു ഫുഡ് പാർക്കും കോൾഡ് സ്റ്റോറേജും കൊണ്ടുവന്നാൽ ഇവിടുത്തെ കർഷകൻ്റെ കാർഷിക വിളകൾക്ക് ന്യായവില കിട്ടാനിടയാവും. ഇപ്പം ഏത്തക്കൊലയ്ക്ക് 23 രൂപയുള്ളൂ, ചിലപ്പോൾ 100 രൂപ 150 രൂപയാണ്. ഇപ്പം കൃഷി ചെയ്യുന്നതൊക്കെ മുടിഞ്ഞു പോവുക. അത് ഈ കോൾഡ് സ്റ്റോറേജ് ഉണ്ടെങ്കിൽ അതിന് ആവറേജ് ഒരു 60 രൂപ കിലോയ്ക്ക് കിട്ടാനും വാഴച്ചുണ്ടിനും വാഴപ്പിണ്ടിക്കും ഒരു 10 രൂപ വെച്ച് കിട്ടാനും അഡീഷണൽ ആവാതെ ആ 2 ഐറ്റത്തിൻ്റെ പറ്റുള്ളൂ. ഏത്തവാഴയുടെയും പാളയം കൊടുക്കും. ബാക്കി ഭാഗം കൊണ്ട് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ഉണ്ടാക്കി ഇതിൻ്റെ ഒരു വിഹിതം കർഷകന് കിട്ടുകയും കൂടി ചെയ്താൽ കർഷകനെ സംബന്ധിച്ച് ഏത്തവാഴ കൃഷി ചെയ്യുന്നത് ഒരു 5 കിലോ ഉള്ള ഒരു വാഴക്കുല വന്നു കഴിഞ്ഞാൽ 6 രൂപ 300 രൂപ അതിനും 20 രൂപ വാഴപ്പിണ്ടിക്കുമായിട്ട് കിട്ടും. വാല്യൂ പ്രോഡക്ട്സ് ഉണ്ടാകണമെങ്കിൽ റോ മെറ്റീരിയൽ ഉണ്ടായിരിക്കണം. റോ മെറ്റീരിയലും ഉണ്ടാകും. പ്രസ്ഥാനങ്ങൾ വളരും, ജോലി സൗകര്യങ്ങളുണ്ടാകും, ഇവിടുന്ന് എക്സ്പോർട്ടുകൾ ഉണ്ടാകും. വളർന്നു വരുന്ന യുവാക്കൾക്ക് അതൊരു പ്രയോജനമായിരിക്കും. പിന്നെ ഒരു IT പാർക്ക്. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എരുമേലിയിൽ തുടങ്ങാനിരുന്ന പ്രസ്ഥാനം ഞാൻ നിർബന്ധിച്ചു ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ വർക്കുകൾ ഇവിടെ ഇരുന്ന ആളുകൾ പിള്ളേർ ചെയ്യാം. 2 ലക്ഷം രൂപ മുതൽ 3 ലക്ഷം രൂപ വരെ ശമ്പളം മേടിക്കുന്ന 35 പേര്, അതിൽ 20 പേര് പാലക്കാര. അത് അദ്ദേഹം ഒരു മിനി ഇൻഫോ പാർക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിനടുത്ത് സ്ഥലം മേടിച്ചിട്ടുണ്ട്. കൊട്ടാരമറ്റം ബസ് സ്റ്റാൻഡിനും KSRTC ബസ് സ്റ്റാൻഡിനും അപ്പുറം പാല വളരാനുള്ള സ്കീമിന് വേണ്ടി പോവുക എന്നാണ് എൻ്റെ ലക്ഷ്യം. സാറ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന എല്ലാം വിലപ്പെട്ട വാക്കുകളാണ്. പാലായ്ക്ക് കിട്ടുന്ന ഒരു വലിയ മാറ്റങ്ങളെ പറ്റിയും സാറ് നമുക്കൊരു വാക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തീരുമാനിക്കണം ആർക്ക് വോട്ട് ചെയ്യണം. നമ്മുടെ തീരുമാനങ്ങൾക്കാണ് ഇവിടെ വരാം. അപ്പോൾ സാറിന് എല്ലാവിധ വിജയാശംസകളും നേരുന്നു.